നന്ദേട്ടൻ കഴിച്ചോളൂ. എന്തായാലും മോനും മോളും കൂടി വരട്ടടോ, ഒന്നിച്ച് കഴിക്കാലോ. ആ ആ അവനെന്തിയാ മോളെ? നവീന് തലവേദനയാ, ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞിട്ട് കിടന്നു. ആ എന്നാ പിന്നെ ഇന്നിനി കഴിക്കല് കണക്കാ. മോളൊരു കാര്യം ചെയ്, മോളിരുന്ന് കഴിക്ക്. അപ്പോഴേക്കും ഞാൻ കുറച്ച് കഞ്ഞി ചൂടാക്കി എടുക്കാം. അത് അവന് കൊണ്ടുപോയി കൊടുത്താ മതി. മോളിരിക്കെ. ഇരിക്കേ. എന്താ മോളെ, കഴിക്കുന്നില്ലേ? ഞാൻ കഴിക്കാം, അച്ഛൻ കഴിച്ചോളൂ. തലവേദനയാണെന്നും പറഞ്ഞ് കിടന്നാ പിന്നെ നിർബന്ധിച്ച കുറച്ച് കഞ്ഞി കുടിക്കും, കൂടെ കുറച്ച് അച്ചാറും മതി. അതാ അമ്മ വേറെ കറിയൊന്നും എടുക്കാതിരുന്നത്. എന്ന് ഞാനിത് കൊടുത്തിട്ട് വരാം. അയ്യോ, മോള് കഴിച്ചിട്ട് പോയാ മതി. എനിക്കിപ്പോ വിശപ്പൊന്നും തോന്നുന്നില്ലമ്മേ. നവീന് കൊടുത്തിട്ട് ഞാൻ വന്ന് കഴിച്ചോളാം. ഇങ്ങ് തന്നേക്കൂ. അല്പം പോലും കഴിച്ചില്ല മോള്. അവനെങ്ങനെ കിടക്കുന്നോണ്ട് പറ്റുന്നുണ്ടാവില്ല. അവന്റെ ഭാഗ്യം നന്ദേട്ടാ, ഇത്രയും നല്ലൊരു കുട്ടിയെ കിട്ടിയത്. സംശയമൊന്നുമില്ല. എങ്ങനെ നോക്കിയാലും നമ്മുടെ കുടുംബത്തിന്റെ ഭാഗ്യ മോള്. അവന്റെ കല്യാണക്കാര്യം പറയുമ്പോഴൊക്കെ ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. അവന്റെ ഓഫീസ് കാര്യങ്ങളും അതിന്റെ തിരക്കും പറഞ്ഞു നടക്കുമ്പോ അതിനേക്കാളും തിരക്കുള്ള ഒരാള് വന്ന് കയറിയാലോ എന്ന് ഞാൻ പേടിക്കാതിരുന്നിട്ടില്ല. ഇപ്പോഴത്തെ കാലമല്ലേ, പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലത്ത് ജനിച്ചിട്ടും ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ മനസ്സല്ലേ അവൾക്ക്, അല്ലേ? അത് സത്യമാണ്, അതാണ് സത്യം. മരുന്ന് കഴിച്ചു എന്നല്ലേ പറഞ്ഞേ? നന്നായിട്ടൊന്ന് ഉറങ്ങിയാലേ മാറിക്കോളും. രാവിലെ കുറവില്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോണം കേട്ടോ. പോ, ഞാൻ കിടക്കട്ടെ, വല്ലാത്ത ക്ഷീണം.
സഖി സ്നേഹമണി ആത്മസഖി അനുരാഗ നവീൻ, താൻ ഇന്നലെ മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്നലെ പനിയൊട്ടും കുറവില്ലായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പനി കുറഞ്ഞു. തൊട്ട് നോക്ക്. ഭഗവാൻ കാത്തു, കുഴപ്പമൊന്നുമില്ല. ഭഗവാനല്ലല്ലോ, താനല്ലേ കാത്തത്, താനല്ലേ കാവലിരുന്ന്. എടോ, മുൻപൊക്കെ ഞാൻ അനുസരിക്കുന്നത് അമ്മയെ മാത്രമായിരുന്നു. എനിക്ക് വയ്യാതായാല് അമ്മ കുറെ നേരം എൻ്റെ അടുത്ത് വന്നിരിക്കും, എൻ്റെ തലയൊക്കെ മസാജ് ചെയ്ത് തരും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ അമ്മയെ പറഞ്ഞുവിടും. സത്യം പറഞ്ഞ എനിക്ക് സ്നേഹം, അതിൻ്റെ വില, അതിൻ്റെ കടപ്പാട്, അതൊന്നും എനിക്ക് തിരിച്ചറിയില്ലായിരുന്നു. ഞാൻ സ്നേഹിച്ചത് എൻ്റെ ബിസിനസ്സും പണവും മാത്രം. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തിരുത്തണം താൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. എടോ, സിത്താര ശ്രീനിവാസിന്റെ മകളെ വിവാഹം കഴിക്കാനുള്ള തീരുമാനം എടുക്കുമ്പോൾ അതെൻ്റെ ബിസിനസ്സിന് ഒരുപാട് ഗുണം ചെയ്യുന്നുള്ള തീരുമാനമായിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നീട് തനിക്ക് വന്ന മാറ്റമുണ്ടല്ലോ, പ്രത്യേകിച്ച് കളരിക്കലേക്ക് എത്തിയ ഈ ഗാഥ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു.